നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരായുസ് കൊണ്ട് അനുഭവിക്കേണ്ടതെല്ലാം അവൾ അനുഭവിച്ചു. തങ്ങളുടെ മരണം കൊണ്ട് ഒരു കുടുംബത്തിന്റെ മുഴുവൻ മുഖംമൂടി പുറത്തു കൊണ്ടുവരുവാൻ വിഭജിക ചെയ്ത കടുംകൈയിൽ ഇന്ന് പ്രവാസി ലോകത്തെ മലയാളികളും കേരളവും ഞെട്ടുകയാണ്. മകളെയും കൊച്ചുമകളെയും നഷ്ടപ്പെട്ട വിഭജികയുടെ അമ്മ ശൈലജ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എന്റെ മകളോട് മാത്രമല്ല, എന്നോടും അയാൾ മോശമായി പെരുമാറി, പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. ഓഡിയോ ഞാൻ സേവ് ചെയ്തു വെച്ചിട്ടുണ്ട്. മകളെ വിവാഹം ചെയ്തു കൊടുത്തതിന്റെ പേരിൽ ഒരു കുടുംബം മൊത്തം അനുഭവിച്ച യാതനകളാണ് ഷാർജയിൽ യുവതിയും കുഞ്ഞും മരിച്ചതിന് പിന്നാലെ പുറത്തുവരുന്നത്. ഭർത്താവ് നിതീഷിന്റെയും പെങ്ങളുടെയും അവരുടെ അച്ഛന്റെയും ക്രൂരതകൾ സഹിക്കാൻ പറ്റാതായതോടെയാണ് മകൾ വിഭജിക കുഞ്ഞിനെ കൊലപ്പെടുത്തി ജീവനൊടുക്കിയതെന്ന് അമ്മ ശൈലജ നെഞ്ചുപൊട്ടി പറയുന്നു. വിഭജികയുടെ അച്ഛൻ വർഷങ്ങൾക്ക് മുൻപേ തങ്ങളെ ഉപേക്ഷിച്ചു പോയതാണ്. ആ അവസ്ഥ അവൾക്കും കുഞ്ഞിനും വരരുതെന്ന് കരുതിയാണ് എല്ലാം സഹിച്ചത്. അവളെ സ്നേഹിച്ചതുപോലെ നിതീഷിനെയും സ്നേഹിച്ചു. എന്നിട്ടും അവരെല്ലാം കൂടി എന്റെ കുഞ്ഞിനെ കൊന്നു. നിതീഷ് മുടി മുറിച്ചപ്പോഴാണ് അവളോട് മൊട്ടയടിക്കുവാൻ അയാളുടെ പെങ്ങൾ ആവശ്യപ്പെട്ടത്. മൊട്ടയടിച്ച് കണ്ണു നിറഞ്ഞ ഫോട്ടോ ചില ബന്ധുക്കൾക്കൊക്കെ അവൾ അയച്ചു കൊടുത്തിരുന്നു. അവന്റെ അവിഹിത ബന്ധം പോലും അവൾ കണ്ടില്ലെന്ന് നടിച്ചത് തന്റെ കുഞ്ഞിന് അച്ഛൻ വേണമെന്ന ആഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. നാത്തൂന്റെ ഭർത്താവിനോട് പലതവണ കെഞ്ചി പറഞ്ഞിട്ടുണ്ട് ഭർത്താവിനെ വിട്ടുതരാൻ. നിതീഷ് എന്റെ കുഞ്ഞ് എന്ന് പറയുന്നത് പെങ്ങളുടെ കൊച്ചിനെയാണ്. അവരുടെ എല്ലാ കാര്യത്തിനും നിതീഷ് പോകണം, ഇല്ലെങ്കിൽ അച്ഛനും പെങ്ങളും അവനോട് ദേഷ്യപ്പെടുമെന്നും ശൈലജ പറയുന്നു. ഒരു ബെഡിൽ ഭാര്യയും കാമുകിയും കൊണ്ടിക്കിടത്തി എന്നതിനപ്പുറം എന്ത് പറയണം നിതീഷിനെ കുറിച്ച്. വിഭജിക പക്ഷെ ആരോടും ഒന്നും പറഞ്ഞില്ല. അമ്മ വിഷമിക്കരുത് എന്നാണ് എല്ലാവരോടും പറയാറുള്ളത്. വിഭജികയുടെ ആങ്ങളെയും ഭാര്യയും അവിടെയുണ്ട്. അവരോടും ഒന്നും ഇതുവരെ വിട്ടു പറഞ്ഞിട്ടില്ല. നിതീഷിന്റെ കുടുംബത്തിന് സ്വർണത്തോടും പണത്തോടും മാത്രമാണ് ആർത്തിയെന്ന് ഇടയ്ക്കിടെ പറയാറുണ്ടെങ്കിലും കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ വിട്ടു പറയാറില്ലെന്നും അമ്മ പറയുന്നു. നിതീഷിന്റെ അച്ഛൻ വിഭജികയോട് മാത്രമല്ല തന്നോട് മോശമായും അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നും ശൈലജ ആരോപിക്കുന്നുണ്ട്. മോശമായി സംസാരിച്ച ഓഡിയോ താൻ സേവ് ചെയ്തിട്ടുണ്ടെന്നാണ് ശൈലജ പറയുന്നത്. ഭർത്താവ് ഉപേക്ഷിച്ചു പോയി ഇത്ര കാലമായിട്ടും ആരും എന്നോട് ഇത്ര മോശമായി സംസാരിച്ചിട്ടില്ല. അയാളൊരു വൃത്തികെട്ടവനാണ്. നിതീഷ് കൂട്ടുകാർക്കൊപ്പം 4-5 ദിവസം യാത്രയൊക്കെ പോകുന്ന സമയത്ത് വിഭജികയും കുഞ്ഞും അയാളുമാണ് വീട്ടിലുണ്ടാവുക. രാവിലെ മുതൽ മദ്യപാനം തുടങ്ങും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ ഇയാളുടെ മുറിയിൽ കയറി വിളിക്കണം. മരുമകൾക്ക് കാണാവുന്ന തരത്തിലുള്ള കിടപ്പൊന്നും ആയിരിക്കില്ല അയാളുടേത്. അയാളെ തൊട്ടുതലോടി നോക്കണമെന്നാണ് നിതീഷും പറയുന്നതെന്ന് ശൈലജ പറയുന്നു. ഒരിക്കൽ കൗൺസിലിങ്ങിന് പോയപ്പോൾ ആ ഡോക്ടർ നിതീഷിനോട് ചോദിച്ചിട്ടുണ്ട്, നിനക്ക് വേണ്ടിയാണോ അച്ഛന് വേണ്ടിയാണോ കല്യാണം കഴിച്ചതെന്ന്. അത്ര മോശം കുടുംബമാണെന്നതും വിഭജികയുടെ അമ്മ പറയുന്നു. മരിച്ചു കഴിഞ്ഞിട്ടെങ്കിലും ഒരല്പം കുറ്റബോധമെങ്കിലും ബാക്കിയുണ്ടോ അവന്? എന്റെ മകളുടെയും കുഞ്ഞിന്റെയും ശരീരങ്ങൾ ആ മരുഭൂമിയിൽ തന്നെ കളയുവാനാണ് ഇപ്പോൾ അവൻ ശ്രമിക്കുന്നതെന്നും അമ്മ ശൈലജ പറയുന്നു. കേസിൽ വിഭജികയുടെ ഭർത്താവിന്റെ പങ്ക് കോൺസുലേറ്റിനെയും കേന്ദ്ര സർക്കാരിനെയും ധരിപ്പിച്ചിട്ടുണ്ടെന്ന് UAE അഭിഭാഷകൻ അജി കുര്യാക്കോസ് പറയുന്നു. കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച ശേഷം കെട്ടിത്തൂക്കിയെന്നാണ് ഫോറൻസിക് റിപ്പോർട്ട്. വിഭജികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിങ്കളാഴ്ച ലഭിക്കും. പബ്ലിക് പ്രോസിക്യൂഷന്റെ തീരുമാനവും തിങ്കളാഴ്ച വന്നേക്കും. UAE കോൺസുലേറ്റിന്റെ ഭാഗത്തുനിന്ന് തീരുമാനമുണ്ടാകാതെ മറ്റു നടപടിക്രമങ്ങൾ നടത്തരുതെന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളതെന്നും അഭിഭാഷകൻ അജി കുര്യാക്കോസ് പറയുന്നു. വിഭജികയുടെ ആത്മഹത്യാക്കുറിപ്പ് എന്ന് തന്നെ പറയാവുന്ന ഡയറിയിൽ അവൾ അനുഭവിച്ച യാതനകളെല്ലാം തന്നെ വ്യക്തമാണ്. 1-ാം പ്രതി നാത്തൂൻ, 2-ാം പ്രതി ഭർത്താവ്, 3-ാം പ്രതി അമ്മായിയപ്പൻ എന്നു തുടങ്ങുന്ന പേജുകളും ഡയറിയിലുണ്ട്. ഭക്ഷണം കഴിക്കാൻ പോലും ഭർത്താവ് സമ്മതിക്കുന്നില്ലെന്നും നല്ല സ്ഥാപനത്തിൽ ജോലി ഉണ്ടായിട്ടും ഗാർഹിക സ്ത്രീധന പീഡനത്തിനും ലൈംഗിക ചൂഷണത്തിനും വിധേയായെന്നും വ്യക്തമാക്കുന്നതാണ് കുറിപ്പ്. ഇതിനുമപ്പുറം അമ്മായിയപ്പനും വിഭജികയെ ലൈംഗികമായി ഉപദ്രവിച്ചെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള തെളിവുകളും ഡയറി കുറിപ്പിലുണ്ട്. ഫിസിക്കലി ഉപയോഗിച്ചിട്ട് എപ്പോഴും അബദ്ധം പറ്റിയതാണെന്ന് പറയും. ഒരേ സമയം എന്നോടും നിതീഷിന്റെ പെൺസുഹൃത്തിനോടുമൊപ്പം കിടക്ക പങ്കിടും. ആ പെണ്ണിന്റെ ഭർത്താവിന് കാര്യങ്ങൾ അറിയാം. ഒരു തവണ നിതീഷിനെ വിളിച്ച് ചീത്ത പറഞ്ഞിട്ടുണ്ട്. വൈകൃതമുള്ള മനുഷ്യനാണ് നിതീഷ്. കാണാൻ പാടില്ലാത്ത വീഡിയോ കണ്ടിട്ട് അതെല്ലാം ബെഡിൽ വേണമെന്ന് ആവശ്യപ്പെടും. ഭാര്യയുടെ കൂടെ കിടക്കുന്നതിനെ കുറിച്ച് മറ്റൊരു പെണ്ണിനോട് ഡിസ്കസ് ചെയ്യും. സഹിക്കാൻ വയ്യ. പട്ടിയെപ്പോലെ തെല്ലും. ആഹാരം തരില്ല. എന്റെ ലോക്കറിന്റെ കീ നിതീഷിന്റെ അച്ഛന്റെ കൈവശമായിരുന്നു. അത് ഞാൻ വാങ്ങിയതും വലിയ പ്രശ്നമായി. പുറത്തോ നാട്ടിലോ കൊണ്ടുപോകില്ല. എല്ലാം ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും കുഞ്ഞിനു വേണ്ടിയാണ്. അവർക്കെന്നെ മാനസിക രോഗിയാക്കി ചിത്രീകരിക്കണം. എന്റെ ഓഫീസിലെ എല്ലാവർക്കും കൂട്ടുകാർക്കും ഇതെല്ലാം അറിയാം. നിതീഷും പെങ്ങളും അച്ഛനും കൂടി എന്നെ ദ്രോഹിക്കുന്നത് എല്ലാവർക്കും അറിയാം. ഒരുപാട് കാശുള്ളവരാണ്. എന്നാലും എന്റെ സാലറിക്ക് വേണ്ടി ദ്രോഹിക്കും.
നിതീഷിന്റെ പെങ്ങൾ എന്റെയും കുഞ്ഞിന്റെയും സ്വർണം ഉൾപ്പെടെ കൈക്കലാക്കി. ഒരു മാലയ്ക്കു വേണ്ടി ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൊലയാളികളെ വെറുതെ വിടരുത്. മരിക്കുവാൻ ആഗ്രഹമില്ല. എന്റെ കുഞ്ഞിന്റെ ചിരി കണ്ട് കൊതി തീർന്നിട്ടുമില്ല. കല്യാണം ആഡംബരമായി നടത്തിയില്ല. കാർ കൊടുത്തില്ല. സ്ത്രീധനം കുറഞ്ഞു. കാശില്ലാത്തവൾ, തെണ്ടി ജീവിക്കുന്നവൾ എന്ന് പറഞ്ഞെല്ലാം നിതീഷിനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ക്ഷമിച്ചു. പക്ഷേ അമ്മായിയപ്പൻ എന്നോട് മിസ്ബിഹേവ് ചെയ്തിട്ടും ഭർത്താവ് നിതീഷ് ഒന്നും പ്രതികരിച്ചില്ല. പകരം എന്നെ കല്യാണം കഴിച്ചത് അയാൾക്കു കൂടി വേണ്ടിയാണ് എന്ന് പറഞ്ഞു. നാത്തൂൻ എന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല. നിതീഷുമായി കലഹമുണ്ടാക്കുകയായിരുന്നു അവരുടെ പ്രധാന ജോലി. ഇതാണ് വിഭജിക എഴുതിയ ഡയറിക്കുറിപ്പിലുള്ളത്. മൃതദേഹങ്ങൾ ഷാർജയിലേതിനു പുറമെ സംസ്ഥാനത്തും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന ആവശ്യവുമായാണ് കുടുംബം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. മരണത്തിൽ അസ്വാഭാവികത ഉണ്ടെന്ന് പോലീസ് മേധാവിയും സർക്കാരിനെയും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ഷാർജയിൽ പോസ്റ്റ്മോർട്ടം നടക്കുമെന്നാണ് ബന്ധുക്കൾക്ക് കിട്ടിയ അറിയിപ്പ്. മികച്ച സാമ്പത്തിക സ്ഥിതിയുള്ള മകളുടെ ഭർത്താവിന്റെ കുടുംബം ഷാർജയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ അട്ടിമറിക്കുവാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തിയാണ് മൃതദേഹം സംസ്ഥാനത്ത് എത്തിച്ച ശേഷം വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. റീപോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ മരണത്തിന്റെ ഉൾപ്പെടെ നിജസ്ഥിതി മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പോലീസ് മേധാവിക്കും സർക്കാരിനും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ഭർത്താവിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമുള്ള പീഡനമാണ് മരണത്തിന് കാരണമെന്നതാണ് കുടുംബം ആരോപിക്കുന്നത്. ഷാർജയിൽ വെച്ച് നടന്നതുകൊണ്ട് തന്നെ അവിടുത്തെ പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. മാത്രമല്ല, ഇവിടുത്തെ വിദേശകാര്യ മന്ത്രാലയത്തിന് പരാതി നൽകിയതിനാൽ ഈ പരാതി ദുബായ് കോൺസുലേറ്റിനും കൈമാറിയിട്ടുണ്ട്. നടപടികൾ പൂർത്തിയാക്കി തിങ്കളാഴ്ച ഷാർജയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുമെന്നാണ് ഇപ്പോൾ ബന്ധുക്കൾക്ക് കിട്ടിയ അറിയിപ്പ്. ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ മൃതദേഹം നാട്ടിലെത്തിക്കുവാൻ കഴിയുമെന്നും ഇവർ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. ചൊവ്വാഴ്ചയാണ് കൊല്ലം കേരളപുരം സ്വദേശിനി വിഭജികയുടെയും മകളുടെ മൃതദേഹം ഷാർജയിലെ ഫ്ളാറ്റിൽ കണ്ടെത്തിയത്. മകളെ കൊലപ്പെടുത്തിയ ശേഷം വിഭജിക ജീവനൊടുക്കിയെന്നാണ് പ്രാഥമിക നിഗമനം. ഭർത്താവ് നിതീഷിന്റെയും വീട്ടുകാരുടെയും മാനസിക ശാരീരിക പീഡനമാണ് മരണത്തിന് കാരണമെന്നാണ് വിഭജികയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. വിഭജിക വർഷങ്ങളായി സ്ത്രീധന പീഡനം നേരിട്ടിരുന്നതിന്റെ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്വർണത്തിന് പുറമെ 2.5 ലക്ഷം രൂപ വിഭജികയുടെ കുടുംബം പണമായി തന്നെ നൽകി. നിർണായക വാട്സാപ്പ് സന്ദേശങ്ങളാണ് ഇതൊക്കെ വ്യക്തമാകുന്നത്. കല്യാണത്തിന് പിന്നാലെ തന്നെ സ്ത്രീധന തർക്കമുണ്ടായി. വീട്ടുകാർ നൽകിയ 2.5 ലക്ഷം രൂപയിൽ നിന്നും സ്വന്തം വിദ്യാഭ്യാസ ലോണിന്റെ തുക അടയ്ക്കുവാൻ പറഞ്ഞത് തർക്കത്തിന് കാരണമായി. 1.25 ലക്ഷം രൂപയായിരുന്നു വിദ്യാഭ്യാസ ലോൺ. തങ്ങൾ തമ്മിൽ നിൽക്കേണ്ട കാര്യം ലോകം മുഴുവൻ അറിയിച്ച ഭർത്താവ് നിതീഷിന് നാണമുണ്ടോ എന്നാണ് വിഭജികയുടെ ശബ്ദ സന്ദേശം. താൻ കട്ടിലിലും ഭർത്താവ് സോഫയിലുമാണ് കിടക്കുന്നതെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട്. വിവാഹമോചനത്തിന്റെ ആലോചനകൾ 2022 ആരംഭിച്ചിരുന്നു. വിവാഹമോചനത്തിനെ കുറിച്ച് വീട്ടുകാർ തമ്മിൽ സംസാരിച്ചിരുന്നുവെന്നും ശബ്ദരേഖയിൽ വ്യക്തമാണ്. ഭർത്താവ് നിതീഷ്, സഹോദരി നീതു, പിതാവ് മോഹനൻ ഇവർ 3 പേരുമാണ് തന്റെ മരണത്തിൽ പ്രതികളെന്നാണ് വിഭജികയുടെ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാകുന്നത്. കല്യാണം ആഡംബരമായി നടത്തിയില്ല. സ്ത്രീധനം കുറഞ്ഞുപോയി. കാർ കൊടുത്തില്ല. ഇതിന്റെയൊക്കെ പേരിൽ കൊല്ലാക്കൊല ചെയ്തു. നിതീഷിന്റെ അച്ഛൻ അപമര്യാദയെ പെരുമാറി. ഇക്കാര്യം ഭർത്താവിനോട് പറഞ്ഞപ്പോൾ അയാൾക്കു കൂടി വേണ്ടിയാണ് വിവാഹം കഴിച്ചതെന്ന് പറഞ്ഞു. കുഞ്ഞിനെയും തന്നെയും ഇല്ലാതാക്കുമെന്നുവരെ ഭീഷണിപ്പെടുത്തിയിരുന്നു നിതീഷ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.